ഹായ് ഓൾ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്ന് നമ്മൾ നെറ്റ്വർക്ക് തിയറിയിലെ നെറ്റ്വർക്ക് ഫങ്ഷൻസിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരുമ്പം ആ സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും, അതുപോലെ ഒരു നെറ്റ്വർക്ക് തരുമ്പോഴും അതിന്റെ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇമ്പൾസ് റെസ്പോൺസ് KTUവിന്റെ 2019 സ്കീം ECയിൽ മോഡ്യൂൾ 4 വരുന്ന ടോപ്പിക്കാണ്. മോഡ്യൂൾ 4 2019 സ്കീം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാർക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് പ്രോബ്ലം ആണ്. ഒരു ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും, എന്നിട്ട് അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. അതുപോലെ ഒരു നെറ്റ്വർക്ക് തരും, നെറ്റ്വർക്ക് വന്നിട്ട് അതിൻ്റെയും ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ആ മോഡ്യൂളിൽ തന്നെ സിനുസോയിഡൽ റെസ്പോൺസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇമ്പൾസ് റെസ്പോൺസും ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. അതുപോലെ ഒരു സിസ്റ്റം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിനുസോയിഡൽ റെസ്പോൺസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റെസ്പോൺസ് എന്താണെന്ന് പറയാം. നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യാണ്. ഓക്കെ, സിസ്റ്റം. അപ്പം അതിലേക്ക് നമുക്ക് ഇൻപുട്ട് കൊടുക്കും, അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കും. ഓക്കെ, ഇപ്പം നോർമലി ഇൻപുട്ടിന് നമ്മൾ വേറൊരു നെയിമിൽ പറയും എക്സൈറ്റേഷൻ എന്ന് പറയും. is called as excitation, and output we called as response. Okay, this is input and output. Input is also called as excitation and output is also called as response. അത് ഈ റെസ്പോൺസ് രണ്ട് ടൈപ്പ് റെസ്പോൺസസ് ഉണ്ട്. റെസ്പോൺസസ് ആർ ഓഫ് ടു ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ആസ് നാച്ചുറൽ റെസ്പോൺസ് and second one is called as forced response. ഞാൻ രണ്ടായിട്ട് ഈ റെസ്പോൺസിന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, നാച്ചുറൽ ആൻഡ് ഫോഴ്സ്ഡ്. അതിൽ നാച്ചുറൽ റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് യു മീൻ ബൈ നാച്ചുറൽ റെസ്പോൺസ് മീൻസ് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഇപ്പം അതിനെ നമ്മൾ ഒരു ഇമ്പൾസ് സിഗ്നൽ ഇൻപുട്ട് ചെയ്യാന്ന് വെച്ചു. എന്താണ്? വി ആർ ഫെഡിങ് ആൻ ഇമ്പൾസ് സിഗ്നൽ. കണ്ടിന്യൂസ് ടൈം സിസ്റ്റം ആകുമ്പോഴത്തേക്കും ΔT ആണ് ഇമ്പൾസ് സിഗ്നൽ. അപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന റെസ്പോൺസിനെയാണ് നമ്മൾ നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. നാച്ചുറൽ റെസ്പോൺസ് എന്താ? ഇഫ് യു ആർ ഫെഡിങ് ആൻ ഇമ്പൾസ് സിഗ്നൽ ആസ് ഇൻപുട്ട്, ദ റെസ്പോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദാറ്റ് സിസ്റ്റം ഈസ് കോൾഡ് ആസ് നാച്ചുറൽ റെസ്പോൺസ്. ഓക്കെ, അതുപോലെ ഫോഴ്സ് റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഫെഡ് ചെയ്യുന്ന സിഗ്നൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ഫ്രീക്വൻസി ടേം ഉണ്ടെന്ന് വെച്ചാൽ, ഓക്കെ, ദാറ്റ് ഈസ് ഫോഴ്സ് റെസ്പോൺസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫോഴ്സ് റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഫെഡ് ചെയ്യുന്ന സിഗ്നൽ, സപ്പോസ് ഒരു സൈൻ ഒമേഗ നോട്ട് ടി അല്ലെങ്കിൽ കോസ് ഒമേഗ നോട്ട് ടി, ഇങ്ങനത്തെ ഉള്ള ടേംസ് നമുക്ക് എന്തായിട്ട് കൊടുക്കാം? ഇൻപുട്ടായിട്ട് കൊടുക്കാം. അപ്പോൾ അവിടെ എന്തുണ്ട്? ഒരു ഫ്രീക്വൻസി ടേം ഉണ്ട്. ദിസ് ഒമേഗ നോട്ട് കറസ്പോൺസ് ടു ഫ്രീക്വൻസി ടേം. അപ്പം നമ്മൾ ഈ പർട്ടിക്കുലർ ഫ്രീക്വൻസി വെച്ചിട്ട് ആ സിസ്റ്റത്തിനെ ഫോഴ്സ് ചെയ്താണ് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന അതിൻ്റെ റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫോഴ്സ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് രണ്ട് ടൈപ്പ് റെസ്പോൺസ് ഓക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ സിലബസിനകത്താണെങ്കിൽ നാച്ചുറൽ റെസ്പോൺസ്, അതായത് ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ടോപ്പിക്കായിട്ട് ഫോഴ്സ് റെസ്പോൺസ്, അതായത് ഒരു സിനുസോയിഡൽ സിഗ്നൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ്, അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലായോ? ഇപ്പം ഒരു നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള സിഗ്നലാണ് നമ്മൾ ഇമ്പൾസ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ കേസിൽ നമുക്കറിയാം ഇമ്പൾസ് സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം T = 0 ഒരു ഹൈ വാല്യൂ ആണ്, ബാക്കി എല്ലാ വാല്യൂസും 0 ആണ്. ഇപ്പം T = 0 ആണ്, പ്രത്യേകിച്ച് ഫ്രീക്വൻസീസ് ഒന്നുമില്ല, 0 ഫ്രീക്വൻസി പോലത്തുള്ള ഒരു ഫംഗ്ഷനാണ്.
അത് ഫെഡ് ചെയ്യുമ്പം, ദാറ്റ് ഈസ് ഡെൽറ്റ ടി ഫെഡ് ചെയ്യുമ്പം കിട്ടുന്ന റെസ്പോൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. അതുപോലെ ഏതെങ്കിലും ഫ്രീക്വൻസി ടേം ഉള്ളത് ഇൻപുട്ടിലേക്ക് കൊടുത്ത് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോഴ്സ്ഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്പൾസ് റെസ്പോൺസിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ്. ഇമ്പൾസ് റെസ്പോൺസ് സ്പെഷ്യാലിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പൾസ് റെസ്പോൺസ് പറയുന്നൊരു ടേം എന്ന് പറയുന്നത്. ഇപ്പം സപ്പോസ് ഇപ്പോൾ ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. മുമ്പ് ചെയ്ത പോലെ തന്നെ ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. അപ്പം ആ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു ടേമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിറ്റി ഓഫ് എ സിസ്റ്റം ആണ് നമ്മളതിനെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയും. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് എസ് എന്ന് പറയും. ദിസ് എച്ച് ഓഫ് എസ് ക്യാരക്ടറൈസ് ദ ഐഡൻറ്റിറ്റി ഓഫ് എ സിസ്റ്റം. ഓക്കെ, അപ്പം ഈ എച്ച് ഓഫ് എസ് അതിന് ഒരു ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഡെഫിനിഷൻ വെച്ച് കഴിഞ്ഞാൽ എച്ച് ഓഫ് എസ് ഈക്വൽസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് വിത്ത് ഇനിഷ്യൽ കണ്ടീഷൻ സെറ്റ് ടു 0. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, ഈ എച്ച് എസ് ദാറ്റ് ക്യാരക്ടറൈസ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ സിസ്റ്റം. ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ ഒരു സിഗ്നൽ, ഒരു ഇൻപുട്ട് എക്സ് ഓഫ് ടി ഉണ്ട്, ഔട്ട്പുട്ട് വൈ ഓഫ് ടി ഉണ്ട്. ഓക്കെ, ഈ എക്സ് ഓഫ് ടി ഇൻപുട്ട് നമ്മൾ ഡെൽറ്റ ടി ഫെഡ് ചെയ്യും. എന്താണ് ഡെൽറ്റ ടി ഫെഡ് ചെയ്യും. അപ്പം കിട്ടുന്ന റെസ്പോൺസിനെ നമ്മൾ ഇന്ന് പറഞ്ഞത് വി കോൾ ഇറ്റ് ആസ് നാച്ചുറൽ റെസ്പോൺസ് പറഞ്ഞത്. അപ്പോൾ അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, ഇപ്പോൾ വൈ എക്സ് ഓഫ് ടി കൊടുക്കുമ്പോൾ നമ്മൾ റെസ്പോൺസിനെ വൈ ഓഫ് ടി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അതുപോലെ ഡെൽറ്റ ടി കൊടുക്കുമ്പം അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എച്ച് ഓഫ് ടി വെച്ച് റെസ്പോണ്ട് ചെയ്യും, അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യും. ഈ എച്ച് ഓഫ് ടി ആണ് ക്യാരക്ടറൈസ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ആ എച്ച് ഓഫ് ടി ആണ് വി കോൾ ഇറ്റ് ആസ് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. അപ്പം എങ്ങനെ വരുന്നത്, ആ എക്സ് ഓഫ് ടിക്ക് നമ്മളൊരു ഇമ്പൾസ് ഫെഡ് ചെയ്യാണ്. ഡെൽറ്റ ടി ഈസ് ദ ഇമ്പൾസ്. അപ്പം കിട്ടുന്ന റെസ്പോൺസിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് എച്ച് ഓഫ് ടി, ദാറ്റ് ക്യാരക്ടറൈസ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. ഇനി ഇമ്പൾസ് റെസ്പോൺസ് സ്പെഷ്യാലിറ്റി എന്താ? ഇപ്പം നമുക്കൊരു സിസ്റ്റത്തിന് ഇമ്പൾസ് റെസ്പോൺസ് അറിയാമെന്ന് വെച്ചോ, അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുക. ഒരു എച്ച് ഓഫ് ടി അറിയാം, ഒരു സിഗ്നൽ അറിയാം, അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അത് എന്തായിട്ട് മാറും? ദാറ്റ് കറസ്പോണ്ട്സ് ടു എച്ച് ഓഫ് എസ്. നേരത്തെ പറഞ്ഞു ദാറ്റ് ക്യാരക്ടറൈസ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. മനസ്സിലായല്ലോ? ഇപ്പോൾ നമുക്കൊരു സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് അറിയാമെങ്കിൽ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുന്നത്? സിസ്റ്റം ഫംഗ്ഷനാണ് കിട്ടുന്നത്. ഇൻഫോർമേഷൻ കിട്ടും. ഇപ്പം എച്ച് ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട്. അപ്പോൾ ഇതിൻ്റെ കേസ് വരുവാണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വൈ ഓഫ് എസ് ഡിവൈഡ് ബൈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് എന്ന് പറയുന്നത് എക്സ് ഓഫ് എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് എസ് ആണ്. ഓക്കെ, എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് വൈ ടിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം വൈ ഓഫ് എസ്, എക്സ് ടിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ്. അതിൻ്റെ റേഷ്യോ ആണ് എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത്. ഇപ്പം എച്ച് ഓഫ് ടി അറിയാമെങ്കിൽ നമുക്കതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് വി ക്യാൻ ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദാറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് ഒരു പർട്ടിക്കുലർ സിസ്റ്റം തരും. ഇപ്പോൾ ഒരു സി ടി സിസ്റ്റം ആണെങ്കിൽ, കണ്ടിന്യൂസ് ടൈം സിസ്റ്റം ആണെങ്കിൽ അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന് നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് അത് എന്തായിട്ട് മാറും? അത് ഒരു പോളിനോമിയൽ എസ് ആയിട്ട് മാറും. അതിൽ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു ഇതുണ്ട്. ഇപ്പോൾ ഒരു എച്ച് ഓഫ് ടി അറിയാമെങ്കിൽ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് എസ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ഉള്ള സി ടി സിസ്റ്റം തരും. ആ സിസ്റ്റത്തിന് ഒന്നെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയിട്ട് തരും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന നെറ്റ്വർക്ക് ആയിട്ട് തരും. ഒരു നെറ്റ്വർക്ക് ആയിട്ട് തരും. അപ്പം നെറ്റ്വർക്ക് തരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻസും ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചു. നെറ്റ്വർക്ക് ഫംഗ്ഷൻസ് ആണ്. നെറ്റ്വർക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻസ്, ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അറിയാം. അപ്പോൾ അതുപോലത്തുള്ള ഫംഗ്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? എച്ച് ഓഫ് ടി കിട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡിങ് ആണ്. 2 കാറ്റഗറിയിൽ വരും. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും. അപ്പം നമ്മൾ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തിട്ട് അതിൽ നിന്ന് എച്ച് ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യും.
സെക്കൻഡ് കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക്സ് വരും. നെറ്റ്വർക്ക്സ് വരുമ്പോഴത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ ഇമ്പൾസ് റെസ്പോൺസ്. ഓക്കെ, എക്സാമിന് 6 to 7 മാർക്സ് വരെ സ്ഥിരം ചോദിക്കുന്ന ഒരു ടൈപ്പ് പ്രോബ്ലം ആണ് ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. അതുപോലെ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന സിനുസോയ്ഡൽ റെസ്പോൺസ്. ഓക്കെ, ഇമ്പൾസ് റെസ്പോൺസിന്റെ പ്രോബ്ലത്തിലേക്ക് പോകാം. 2 കാറ്റഗറിയിലാണ് ചോദിക്കുന്നത്. ഒന്ന്, ഫസ്റ്റ് കാറ്റഗറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് തരും. കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. d² ബൈ dt² ഓഫ് y(t) പ്ലസ് 2 ഇൻറ്റു x(t). ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് ആണ് ചോദിക്കുന്നത്. ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. തന്നിരിക്കുന്നത് എന്താണ്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. വി നീഡ് ടു ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സിസ്റ്റം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ ΔT ഫെഡ് ചെയ്യുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ h(t) ആയിരിക്കും. ദിസ് ഈസ് ദ സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ h(t) ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ h(t) ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടല്ലോ, ഡിഫറൻഷ്യൽ ഇക്വേഷന് നമുക്ക് ഡയറക്റ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക്, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്, 2 സൈഡിലും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് അത് അതിൻ്റെ എന്തായിട്ട് മാറും? അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനായിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ മീൻസ് h(s) ആണ്. നെക്സ്റ്റ് അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് എടുക്കുമ്പോൾ, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫർ എടുക്കുമ്പോഴത്തേക്ക് h(t) കിട്ടും. നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഇമ്പൾസ് റെസ്പോൺസ് ആണ്. ഈ രീതിയിലായിരിക്കും നമ്മൾ അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന് വി വിൽ ടേക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്, ദെൻ വി വിൽ ഗെറ്റ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ h(s). By taking inverse Laplace transform, we will get the impulse response. Okay, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, ഞാൻ ഈ ഇക്വേഷൻസ് ഒന്നും കൂടെ അപ്പുറത്ത് എഴുതുകയാണ്. ഈ ഇക്വേഷൻ ഒന്നും കൂടെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കും. ഇപ്പോൾ 1 ടേക്കിംഗ് Laplace transform on both sides. ഇപ്പോൾ ഇതുപോലത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വരുമ്പം അതിനകത്ത് ലാപ്ലാസ് ട്രാൻസ്ഫോമിനകത്ത് വരുന്ന ഒറ്റ ഇത് മാത്രം ഓർത്തുനിന്നാൽ മതി. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു y(t) ഉണ്ടെങ്കിൽ അതിൻ്റെ ലാപ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ y(s) വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. y(t)ൻ്റെ ലാപ്ലാസ് y(s). അതുപോലെ ഒരു x(t) ഉണ്ടെങ്കിൽ അതിൻ്റെ ലാപ്ലാസ് ക്യാപിറ്റൽ x(s) ആയിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ d/dt ഓഫ് x(t) ഓ y(t) എന്ത് വരുവാണെങ്കിൽ, ഇപ്പോൾ d/dt ഓഫ് y(t) വരുവാണെങ്കിൽ ലാപ്ലാസ് എടുക്കുമ്പോഴത്തേക്ക് ഡെറിവേറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു s വരും. പിന്നെ y(t)ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് y(s) വരും. ഓക്കെ, ഇനി സെക്കൻഡ് വരുന്നത് d² ടേം വരുവാണെങ്കിൽ d²/dt² ഓഫ് y(t) എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് റൂൾ വരുമ്പോഴത്തേക്ക് ഡിക്ക് s ആണെങ്കിൽ d²ന് s² y(s) ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യം ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. y(t)ൻ്റെത് y(s), x(t)ൻ്റെ സിമിലർലി x(s), d/dt ഓഫ് y(t)ൻ്റെത് d/dt ഡെറിവേറ്റീവ് വരുമ്പോൾ s ഇൻറ്റു y(s), d² വരുമ്പോഴത്തേക്ക് s² y(s). ഇവിടെ ലാപ്ലാസ് ട്രാൻസ്ഫർ എടുക്കുകയാണ്. അപ്പം d²/dt² എന്ത് വരും? s² y(t)ന് ക്യാപിറ്റൽ y(s) പ്ലസ് കോൺസ്റ്റന്റ് 5 തന്നെ d/dtക്ക് s വരും, y(t)ന് y(s) പ്ലസ് കോൺസ്റ്റന്റ് 6 തന്നെ y(t)ന് y(s) ഈക്വൽ ടു കോൺസ്റ്റന്റ് 2 തന്നെ x(t)ക്ക് ക്യാപിറ്റൽ x(s). ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുന്നത്? ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് y(s) ഡിവൈഡ് ബൈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് x(s) ആണ്. ഇതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ കേസിൽ y(s) നമ്മൾ കോമൺ എടുക്കുകയാണ്. സോ x² പ്ലസ് 5s പ്ലസ് 6 ഹോൾ ഇൻറ്റു y(s) കോമൺ എടുത്തു ഈക്വൽ ടു 2 ഇൻറ്റു x(s). നമുക്ക് ഓൾറെഡി അറിയാം h(s) എന്ന് വെച്ച് കഴിഞ്ഞാൽ
y of s divided by x of s ആണ്. അപ്പോൾ ഈ x of s നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകും. സോ y of s divided by x of s ഈക്വൽ ടു എന്തുവരും 2 ഡിവൈഡ് ബൈ ഈ ടേം റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് എസ് സ്ക്വയർ പ്ലസ് 5s പ്ലസ് 6 എന്ന് വരും. ഈ y of s ബൈ എക്സ് ഓഫ് എസിനാണ് നമ്മൾ എച്ച് ഓഫ് എസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്ത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ചെയ്തപ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇനി എന്താ വേണ്ട, ഇവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരെ ആയി. ഇനി എന്ത് ചെയ്യണം, അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫർ എടുക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഇമ്പൾസ് റെസ്പോൺസ് ആവും. ഓക്കെ, ഇനി വി വിൽ ടേക്ക് ഇതിപ്പോൾ ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. നൗ വി വിൽ ടേക്ക് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. Okay, that is h of s equal to 2 divided by s square plus 5s plus 6 ആണ്. അതിനെ റൂട്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഇതിന് എന്തായിട്ട് എഴുതാം, s plus 2 ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 എന്ന് എഴുതിക്കൂടെ, ഇതിൻ്റെ ഫാക്ടർ ആക്കിക്കൂടെ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 5s വരും, ആഡ് ചെയ്യുമ്പോൾ 5 വരും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 വരും. ഇതിനെ നമുക്ക് 2 ഡിവൈഡ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 എന്ന് എഴുതാം. ഇനി ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യും. ദാറ്റ് ഈസ് എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 എന്നാണ്. ദാറ്റ് ഈസ് എൽ സി എടുക്കുമ്പോഴത്തേക്ക് 2 ഈക്വൽ ടു എ ഇൻറ്റു എസ് പ്ലസ് 3 പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് വരും. ഇത് ഡിനോമിനേറ്റർ കട്ട് ചെയ്ത് പോകും. സോ 2 ഈക്വൽ ടു എ ഇൻറ്റു എസ് പ്ലസ് 3 പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് വരും. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ടിൻ്റെ എൻ്റെയും ബിൻ്റെയും വാല്യൂ ആണ്. പുട്ട് എസ് ഇസ് ഈക്വൽ ടു -3 കൊടുക്കുക. -3 കൊടുക്കുമ്പോഴത്തേക്ക് 2 ഈക്വൽ ടു ഇത് കട്ട് ചെയ്ത് പോകും, ഇവിടെ എന്ത് വരും, മൈനസ് ബി എന്ന് വരും. സോ ബി ഈക്വൽ ടു -2 എന്ന് വരും. ബി ഈക്വൽ ടു -2. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യും, പുട്ട് എസ് ഇസ് ഈക്വൽ ടു നമ്മൾ -2 കൊടുക്കും. അപ്പോഴത്തേക്ക് 2 ഈക്വൽ ടു ഇത് കട്ട് ചെയ്ത് പോകും, ഇവിടെ എ വരും. സോ എ ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ എയ്ക്കും ബിക്കും ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ എച്ച് ഓഫ് എസ് ഈക്വൽ ടു എയുടെ വാല്യൂ 2 ആയിരുന്നു, 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 മൈനസ് ബി -2 ആയിരുന്നു, -2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3. ഇവിടെ എന്താ ചെയ്ത് നമ്മൾ ഇതിൻ്റെ കേസിൽ എയുടെ വാല്യൂ 2ഉം ബിയുടെ വാല്യൂ -2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. ഇപ്പം എച്ച് ഓഫ് ടി ഈക്വൽ ടു ഇപ്പോൾ അറിയാം 1 ബൈ എസ് പ്ലസ് എൻ്റെ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ഇ റേസ് ടു -80 ആണ്. ഓക്കെ, അതിവിടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 2 കോൺസ്റ്റൻറ്റ്, ഇതിൻ്റെ കേസിൽ എന്ത് വരും, ഇ റേസ് ഇവിടെ എന്ന് വെച്ചാൽ 2 ആണ്. സോ ഇ റേസ് ടു -2t -2 ഇൻറ്റു e raised to -3t, e raised to -3t. This is the impulse response. This is the impulse response. Okay, നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തി. ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഫോർ എ ഗിവൺ ഇക്വേഷൻ വി ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ്, ദാറ്റ് ഈസ് എച്ച് ഓഫ് ടി ഈക്വൽസ് 2 e raised to -2t -2 e raised to -3t. ഓക്കെ, സ്റ്റെപ്സ് ഒന്നും കൂടെ പറയാം. ഇങ്ങനത്തുള്ള പ്രോബ്ലം തരുമ്പോഴത്തേക്ക് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫർ എടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ലാപ്ലാസ് ട്രാൻസ്ഫർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുമ്പം ബോത്ത് സൈഡ്സിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്ത് y of s by x of s ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പം we will get the transfer function h of s. By taking inverse Laplace transform we will get the impulse response. The second പ്രോബ്ലം ചെയ്യാം. അത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരുന്ന കേസാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, d² by dt², ഇതിൻ്റെയും ഇമ്പൾസ് റെസ്പോൺസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നേരത്തെ സെയിം സ്റ്റെപ്സ് തന്നെ വരുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കും ഓൺ ബോത്ത് സൈഡ്സ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. ഇപ്പോൾ d² വരുമ്പോഴത്തേക്ക് വെരി ഗുഡ്, s² വരും. s² y of s പ്ലസ് 2 കോൺസ്റ്റൻറ്റ് 2 d/dt വരുമ്പോഴത്തേക്ക് s y of t ഇൻറ്റു y of s പ്ലസ് 2 ഇൻറ്റു y of t ഇൻറ്റു ക്യാപിറ്റൽ Y of s ഈക്വൽ ടു x of s. ഓക്കെ, ഇനി നമുക്കറിയാം h of s ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. h of s എന്ന് വെച്ച് കഴിഞ്ഞാൽ y of s ഡിവൈഡ് ബൈ x of s ആണ്. അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ h of t ഫൈൻഡ് ഔട്ട് ചെയ്യും. അതാണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് s² പ്ലസ്
2s plus 2 whole into y of s equal to x of s. From that, y of s by x of s equals 1 divided by s square plus 2s plus 2. ഇതിനെ നമുക്കൊന്ന് ഫാക്ടർ ചെയ്യാം. ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് ഇതിനെ ബൈ 2 ചെയ്യും. അപ്പോൾ എന്തുവരും പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 മൈനസ് ഇതിൻ്റെ സ്ക്വയർ -1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 വരും. ഇതൊന്നും ചെയ്ത് നോക്കിയേ, ഇത് തന്നെ വരും. ഇപ്പോൾ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 പ്ലസ് 1 എന്ന് വരും. ഇപ്പോൾ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 വരും. നമ്മൾ ഇതിനൊന്ന് ഫാക്ടർ ആക്കിയെന്നുള്ളൂ. ഫാക്ടർ ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇങ്ങനെ ഒരു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഉണ്ടെങ്കിൽ ഇതിനെ ഫാക്ടർ ആക്കാൻ വേണ്ടി ഈ ഫോമിൽ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എസ് എടുക്കും. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ എന്താണോ വരുന്നത് അതിൻ്റെ ബൈ 2 എടുക്കും. അപ്പോൾ എന്ത് ചെയ്യും പ്ലസ് 1 വരും. ഓക്കെ, ബൈ 2. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കും. പിന്നെ ഇവിടുത്തെ പ്ലസ് 2 അതുപോലെ എഴുതും. ഈ ഫാക്ടറിന് മൈനസ് സ്ക്വയർ എടുക്കും. ഓക്കെ, ഇതാണ് ഈ ഫാക്ടർ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പം എന്ത് കിട്ടി? 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടി. ദാറ്റ് ഈസ് നമുക്ക് 1 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇതിന് ഏത് ഫോമിലായിട്ട് വന്നു? അപ്പം ഇതിനിപ്പോൾ ഇതാണ് നമ്മളുടെ എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, എച്ച് ഓഫ് എസ് ഒന്നും കൂടി എഴുതാം. ഹിയർ എച്ച് ഓഫ് എസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് കിട്ടി. അപ്പം നമുക്കറിയാം എ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇനി നമുക്ക് ഇതിന് എച്ച് ഓഫ് ടി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, ഇൻവേഴ്സ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. എ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ 80 ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു എസിന് എസ് പ്ലസ് 1 വരുമ്പോഴത്തേക്ക് എന്ത് വരും? ഇ റേസ് ടു മൈനസ് ടി വരും, ഇല്ലേ? ഇപ്പം ഇ റേസ് ടു മൈനസ് ടി സൈൻ എ, ഇതിപ്പോൾ എ വന്നു, ഇപ്പോൾ ഇവിടെ എ 1 ആണ്. അപ്പം എന്തൊരു ഇ റേസ് ടു മൈനസ് ടി സൈൻ ടി ആണ്, ഇല്ലേ? ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തുവരും? ഇ റേസ് ടു മൈനസ് ടി സൈൻ ടി. ഇ റേസ് ടു മൈനസ് ടി സൈൻ ടി ആണ് ഇതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ്. ഇമ്പൾസ് റെസ്പോൺസ് ഇവിടെ നമ്മൾ എന്തെടുത്തു? അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു. മനസ്സിലായോ? അതായത് ജനറൽ എക്സ്പ്രഷൻ ഇങ്ങനെ വരുന്നത്, ഒരു ഫംഗ്ഷൻ എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ 80 ആണ്. ഓക്കെ, സൈൻ 80 നമ്മൾ ലാപ്ലാസ് എടുക്കുമ്പോഴത്തേക്ക് എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടും. അപ്പം അതിൻ്റെ കൂടെ ഒരു ഇ റേസ് ടു ടേം, ഇപ്പോൾ ഇ റേസ് ടു മൈനസ് ടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്തായിട്ട് വരുന്നത്? എ ഡിവൈഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ റിസൾട്ട് വെച്ചിട്ട് എച്ച് ഓഫ് ടിയുടെ വാല്യൂ ഇ റേസ് ടു മൈനസ് ടി സൈൻ ടി എന്ന് എഴുതാം, വിച്ച് ഈസ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. ഇനി നെക്സ്റ്റ് ഒരു കാറ്റഗറിയാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പം ഇതിൻ്റെ കേസിലും നമ്മളിപ്പോൾ ലാസ്റ്റ് 2 ചെയ്ത കേസിലും ഇക്വേഷൻസ് തരുമായിരുന്നു, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഡയറക്റ്റ് തരുമായിരുന്നു. ചിലപ്പം നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ട് ഇമ്പൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇൻവേഴ്സ് എടുത്താൽ മതി. തേർഡ് കാറ്റഗറി ആണോ മെയിനായിട്ട് വരുന്നതാണ് ഈ ഒരു സർക്യൂട്ട് വരും, നെറ്റ്വർക്ക് വരും. നെറ്റ്വർക്ക് വന്നിട്ട് അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. നമ്മൾ മൊഡ്യൂൾ 4 അങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഒരു നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്, ഞാൻ നെറ്റ്വർക്ക് വരയ്ക്കാം. ഒരു ഇൻഡക്ടർ, ഓക്കെ, ഇതൊരു നെറ്റ്വർക്കാണ്. അതിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇത് 1 ഹെൻറി, ദിസ് ഈസ് 1 ഓം, എഗെയിൻ 1 ഹെൻറി, 1 ഓം. കറണ്ട് I1 തന്നിട്ടുണ്ട്, അതുപോലെ വോൾട്ടേജ് V2 തന്നിട്ടുണ്ട്. ഈ 2 പാരാമീറ്റേഴ്സാണ് തന്നിരിക്കുന്നത്, കറണ്ട് I1, വോൾട്ടേജ് V2 ആൻഡ് ദിസ് നെറ്റ്വർക്ക്. അപ്പോൾ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം ഇതൊരു നെറ്റ്വർക്കാണ്. അപ്പം അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ ചോദിച്ചിരിക്കുന്നത്. ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇമ്പൾസ് റെസ്പോൺസ് നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ കേസിൽ ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. തന്നിരിക്കുന്ന പാരാമീറ്റർ ഏതാണോ അതനുസരിച്ച് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? എച്ച് ഓഫ് എസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ എച്ച് ഓഫ് ടി വിച്ച് ഈസ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് സിസ്റ്റം. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ,
നേരത്തെ കേസിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കേസിൽ നെറ്റ്വർക്ക് ആയതുകൊണ്ട് വി നീഡ് ടു ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ ഗിവൺ നെറ്റ്വർക്ക് ബേസ്ഡ് ഓൺ ദ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ ആൻഡ് ആഫ്റ്റർ ഫൈൻഡിങ് എച്ച് ഓഫ് എസ് വി നീഡ് ടു ടേക്ക് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ടു ഗെറ്റ് എച്ച് ഓഫ് ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കണം. അപ്പോൾ നമുക്കറിയാം എച്ച് ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എച്ച് ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ആണ്. ഓക്കെ, ഏതെടുത്താലും ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ആണ്. അപ്പോൾ ഇതിന്റെ കേസിൽ തന്നിരിക്കുന്ന നോക്കണം. ഓക്കെ, ഇതിനെയാണെങ്കിൽ നമുക്കങ്ങ് ടൈം ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ടൈം ഡൊമൈനിൽ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചേഞ്ച് വരുന്നത് എങ്ങനെയാണ്? ആർ സെയിം ആസ് ആർ ആണ്, എൽ ചേഞ്ചസ് ടു എൽ എസ് ആൻഡ് സി ചേഞ്ചസ് ടു 1/CS. അപ്പോൾ ഇവിടെ എൽ ആണ്, എൽ എസ് ആവും, എല്ലിന്റെ വാല്യൂ 1 ആയതുകൊണ്ട് ഇത് എസ് ആവും. ഇത് റെസിസ്റ്റർ തന്നെയായിട്ട് വരും. ഇത് എൽ ആണ്, എൽ എസ് ആയിട്ട് മാറും, L1 ആയതുകൊണ്ട് ഇത് എസ് ആയിട്ട് മാറും. ഇതിൻ്റെ ഐൻ്റെത് I1 ഓഫ് എസ്, വിൻ്റെത് V2 ഓഫ് എസ്. ഓക്കെ, നമ്മളപ്പോൾ അതിന് എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? അതിൻ്റെ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നോക്കണം ഇതിനകത്ത് ഔട്ട്പുട്ട് ഏതാ ഇൻപുട്ട് ഏതാന്ന് നോക്കണം. തന്നിരിക്കുന്നതിനകത്ത് സ്പെസിഫിക്കേഷൻ നോക്കുക. അപ്പം കറണ്ട് വന്നിട്ടുണ്ട്. I1 ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇത് ഇൻപുട്ടാണ് അല്ലെ, ഇൻപുട്ട് കറണ്ട് ആണ്. അതുപോലെ V2 ഓഫ് എസ് വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് കറണ്ട് ആണ് നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് കറണ്ട് ആണ് ഹിയർ അവർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അങ്ങനെ എഴുതിക്കൂടെ? ദാറ്റ് ഈസ് എച്ച് ഓഫ് എസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട്, ഇവിടെ വോൾട്ടേജ് ആണ്, ദാറ്റ് ഈസ് V2 ഓഫ് എസ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് I1 ഓഫ് എസ്. ഇതിനകത്ത് ഏതാണോ ക്വസ്റ്റിനകത്ത് സ്പെസിഫൈ ചെയ്യുന്ന അത് വെച്ചിട്ട് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ലാപ്ലാസ് എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇനി നെക്സ്റ്റ് നമ്മൾ എയിം എന്താ? ഈ V2 ഓഫ് എസ് ബൈ I1 ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എച്ച് ഓഫ് എസ് കിട്ടും. അതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് എച്ച് ഓഫ് ടി. ഈ നെറ്റ്വർക്ക് നമ്മൾ ഒന്നുകൂടെ വരയ്ക്കുക. ദിസ് ഈസ് 1 ohm, അതുപോലെ ഇൻപുട്ട് കറണ്ട് I1 ഓഫ് എസ്, ഔട്ട്പുട്ട് വോൾട്ടേജ് V2 ഓഫ് എസ്. നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട എച്ച് ഓഫ് എസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് V2 ഓഫ് എസ് ഡിവൈഡ് ബൈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് I1 ഓഫ് എസ്. ഓക്കെ, ഇനി ഇവിടെ V2 ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. V2 ഓഫ് എസ്, സപ്പോസ് ഇതിലേക്കൂടെയുള്ള കറണ്ട് I2 ഓഫ് എസ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് V2 ഓഫ് എസിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? V2 ഓഫ് എസ് ഇസ് ഈക്വൽ ടു I ഇൻറ്റു ആർ ആണ്. I എന്ന് വെച്ചാൽ ഇവിടെ I2 ഓഫ് എസ് ആണ്, ഇൻറ്റു ആർ എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പം V2 ഓഫ് എസിന്റെ വാല്യൂ നമുക്ക് I2 ഓഫ് എസ് എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് I1 ഓഫ് എസ് ഇൻ ടേംസ് ഓഫ് I2 ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ V1 ഓഫ് എസിന് വരെ നമുക്ക് എന്തെഴുതാം? I2 ഓഫ് എസ് ഇൻറ്റു 1 ഡിവൈഡ് ബൈ I1 ഓഫ് എസ് എന്ന് എഴുതാം. ഓക്കെ, ഇനി I2 ഓഫ് എസ് ഇൻ ടേംസ് ഓഫ് I1 ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ എച്ച് ഓഫ് എസ് കിട്ടും. ദാറ്റ് ഈസ് ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് I2 ഓഫ് എസ് ഈക്വൽസ് എന്ത് വരും? I2 ഓഫ് എസ് ഇസ് ഈക്വൽ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ I1 ഓഫ് എസ് ആണ്. ടോട്ടൽ കറണ്ട് ഇൻറ്റു ഇതിലേക്കൂടുള്ള കറണ്ടാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതർ ബ്രാഞ്ച് റെസിസ്റ്റർ ദാറ്റ് ഈസ് 1 വരും അല്ലെ. അതർ ബ്രാഞ്ച് റെസിസ്റ്റർ ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 1 പ്ലസ് 1 പ്ലസ് ദാറ്റ് ഈസ് 1 പ്ലസ് 1 പ്ലസ് എസ് എന്ന് വരും. 1 പ്ലസ് 1 പ്ലസ് എസ് എന്ന് വരും. ഇതാണ് I2 ഓഫ് എസിന്റെ എക്സ്പ്രഷൻ വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു I1 ഓഫ് എസ് ഡിവൈഡ് ബൈ 2 പ്ലസ് എസ് എന്ന് കിട്ടി. ഇപ്പോൾ ഈ I1 ഓഫ് എസിന് I2 ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ I1 ഓഫ് എസ് ഡിവൈഡ് ബൈ 2 പ്ലസ് എസ് ആണ്. ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പോൾ എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് എച്ച് ഓഫ് എസ് ഈക്വൽ ടു I2 ഓഫ് എസിന് വരെ നമുക്ക് എന്ത് എഴുതാം? I1 ഓഫ് എസ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് എസ് ഇൻറ്റു ഡിനോമിനേറ്ററിൽ ഒരു I1 ഓഫ് എസ് ഉണ്ട്. I1 ഓഫ് എസ് ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1/s+2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് അവർ എച്ച് ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1/s+2 എന്ന് കിട്ടും. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട എന്തായിരിക്കും? എച്ച് ഓഫ് ടി ആണ്. അതിന്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. എച്ച് ഓഫ് ടി എടുക്കുമ്പോഴത്തേക്ക് ഇതിന് ഇൻവേഴ്സ് എന്താ? 1/s
എസ് പ്ലസ് എൻ്റെ ഇൻവേഴ്സ് എന്താ ഇ റേസ് ടു മൈനസ് 80. സോ ഇതിൻ്റെ എന്തായിരിക്കും ഇ റേസ് ടു മൈനസ് 2t. എന്താണ് അതിൻ്റെ ആൻസർ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ഇതിൻ്റെ കേസിൽ ഒരു നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇൻപുട്ട് പാരാമീറ്റർ ഔട്ട്പുട്ട് പാരാമീറ്റർ തരും, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ആണ്. സോ തന്നിരിക്കുന്ന ഗിവൺ നെറ്റ്വർക്കിന് നമ്മൾ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യണം. എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കേസിൽ എച്ച് ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് എന്താണ്? V2 of S, Laplace transform of output to Laplace transform of input ആണ്. That is V2 of S divided by I1 of S. V2 of S നമുക്ക് എങ്ങനെ എഴുതാം? ഇതിലേക്കുള്ള ഔട്ട്പുട്ട് ആയതുകൊണ്ട് I2 of S into 1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ V2 of S വരെ നമ്മൾ I2 of S into 1 എഴുതി. ഇനി I2നെ ഇൻ ടേംസ് ഓഫ് നമുക്കൊരു റേഷ്യോ കിട്ടണം. അപ്പോൾ അതിന് എന്ത് ചെയ്തു? I2നെ ഇൻ ടേംസ് ഓഫ് I1 നമ്മൾ എക്സ്പ്രസ് ചെയ്തു. ഫ്രം ദിസ് I2 നമുക്ക് എങ്ങനെ എഴുതാം? I2 ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ഇൻറ്റു അതർ ബ്രാഞ്ച് റെസിസ്റ്റർ ബൈ ടോട്ടൽ റെസിസ്റ്റർ. അപ്പോഴത്തേക്ക് I2ൻ്റെ എക്സ്പ്രഷൻ I1 ഓഫ് എസ് ബൈ എസ് പ്ലസ് 2 എന്ന് കിട്ടും. എന്നിട്ട് ഈ I1 ഓഫ് എസിന് നമ്മൾ I2 ഓഫ് എസ് ഈക്വൽ ടു I1 ഓഫ് എസ് ഇൻറ്റു 2 പ്ലസ് എസ് എന്ന് കിട്ടും. ഈ I2 ഓഫ് എസിന് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു I1 ഓഫ് എസ് ബൈ 2 പ്ലസ് എസ് ഇൻറ്റു ഡിനോമിനേറ്ററിൽ ഒരു I2 ഓഫ് എസ് ഉണ്ട്. ദാറ്റ് ഈസ് ഈ I2 ഓഫ് എസും I2 ഓഫ് എസ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോഴത്തേക്ക് 1 ബൈ എസ് പ്ലസ് 2 എന്ന് കിട്ടും. ദാറ്റ് കറസ്പോണ്ട്സ് ടു അവർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ബൈ ടേക്കിംഗ് ഇൻവേഴ്സ് Laplace transform, we will get h of t, which is the impulse response of the system. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ്, അതിൻ്റെ സ്പെഷ്യാലിറ്റി, അതുപോലെ രണ്ട് ടൈപ്പ് നാച്ചുറൽ റെസ്പോൺസ്, ഫോഴ്സ് റെസ്പോൺസിൻ്റെ കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. നാച്ചുറൽ റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് ഫെഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റെസ്പോൺസിനാണ് നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫോഴ്സ് റെസ്പോൺസിനെ കുറിച്ച് പറയും. അതായത് ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളൊരു ഫ്രീക്വൻസി ടേമുള്ള ക്വാണ്ടിറ്റി കൊടുക്കുമ്പോൾ കിട്ടുന്ന റെസ്പോൺസിനാണ് വി കോൾഡ് ആസ് ഫോഴ്സ് റെസ്പോൺസ്. ലാപ്ലാസ് ഇമ്പൾസ് റെസ്പോൺസിന്റെ രണ്ട് കാറ്റഗറി പ്രോബ്ലംസ് ഞങ്ങൾ ചെയ്തു. അതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് അതിനകത്ത് നിന്ന് സിസ്റ്റം ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത്, ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് ദ ഇമ്പൾസ് റെസ്പോൺസ്. സെക്കൻഡ് കേസിൽ സെക്കൻഡ് സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ആണ് ചെയ്തത്. അപ്പോൾ അതിലും ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? അതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് എച്ച് ഓഫ് ടി. സെക്കൻഡ് കാറ്റഗറി എന്ന് വെച്ചാൽ ഇതുകൂട്ടുള്ള നെറ്റ്വർക്ക് വരും. അപ്പം നെറ്റ്വർക്കിനകത്ത് ഇപ്പം നമ്മൾ ഓൾറെഡി നെറ്റ്വർക്ക് ഫംഗ്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പഠിച്ചു ഇല്ലേ? ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻസും അതുപോലെ ട്രാൻസ്ഫർ ഫംഗ്ഷൻസും പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ള ഏതെങ്കിലും ഒരു ഫംഗ്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ആ ഫംഗ്ഷൻസ് വെച്ചിട്ട്, അതായത് നെറ്റ്വർക്ക് തരുവാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ആണ്. പിന്നെ അത് ക്വസ്റ്റിനകത്ത് ഏതാണോ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ നിന്ന് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് വിൽ ഗെറ്റ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ഇങ്ങനത്തുള്ള പ്രോബ്ലംസ് സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ സിനുസോയിഡൽ റെസ്പോൺസ് അല്ലെങ്കിൽ ഫോഴ്സ് റെസ്പോൺസ്, ഒരു സിസ്റ്റത്തിലേക്ക് ഫോഴ്സ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുക്കുമ്പം അതിൻ്റെ റെസ്പോൺസ്, അതാണ് ഈ ഒരു മോഡ്യൂളിന് ബാലൻസ് ആയിട്ടുള്ളത്, മോഡ്യൂൾ 4. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും ഒരു എസ്സേ ചോദിക്കും. ഒന്നെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസും പ്ലോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഫോഴ്സ് റെസ്പോൺസ് അല്ലെങ്കിൽ സിനുസോയിഡൽ റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ മോഡ്യൂൾ 4 വരുന്ന ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിലും നെറ്റ്വർക്ക് വന്നിട്ട് നെറ്റ്വർക്ക് ഫംഗ്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. അതുപോലെ നെറ്റ്വർക്ക് ഫംഗ്ഷൻസ് ഡ്രൈവിംഗ് പോയിന്റ് ഉണ്ട്. സെക്കൻഡ് വരുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ഉണ്ട്, അതിൻ്റെ കണ്ടീഷൻസ് ചോദിക്കാം. തേർഡ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻസിൽ നിന്ന് പോൾ സീറോസ് പ്ലോട്ട് ചെയ്തിട്ട് അത് പോൾ സീറോ പ്ലോട്ട് ചെയ്ത് പോൾ സീറോസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൻ്റെ സ്റ്റെബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. നെക്സ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻസ് ഓഫ് പോൾസ് ആൻഡ് സീറോസ് ഉണ്ട്. അതുപോലെ ടൈം റെസ്പോൺസ് ബേസ്ഡ് ഓൺ പോളുണ്ട്, അത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഈ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പൾസ് റെസ്പോൺസ്, അതുപോലെ നെക്സ്റ്റ് ഇനിയുള്ളത് എന്താണ്? സിനുസോയിഡൽ റെസ്പോൺസ് ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബിടെക് MEDC.